മോഡേൺ പീരിയഡ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ജി.എം. ഹോപ്കിൻസിൻ്റെ പോയട്രി, തോമസ് ഹാർഡിയുടെ ഫിക്ഷൻ, എച്ച്.ജി. വെൽസിൻ്റെ വർക്ക്സ്, പിന്നെ ജെയിംസ് ജോയ്സി, ഇ.എം. ഫോസ്റ്റർ, വിർജീനിയ വുൾഫ് ഇവരുടെയൊക്കെ വർക്ക്സ്. പിന്നെ വി ക്യാൻ ഓൾസോ സീ ആൻ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ന്യൂ ഐഡിയാസ് ഇൻ ഫിലോസഫി ആൻഡ് ഹ്യൂമൻ സൈക്കോളജി. എസ്പെഷ്യലി ഇത് കാണാൻ സാധിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും വില്യം ജെയിംസിൻ്റെയും വർക്ക്സിലാണ്. ഫിക്ഷനിൽ സം ഓഫ് ദ മേജർ ഫീച്ചേഴ്സ് ഓഫ് ഏർലി 20th century ഫിക്ഷൻ എന്ന് പറയുന്നത് വി ക്യാൻ സീ ആൻ ഇൻട്രസ്റ്റ് ഇൻ സൈക്കോളജി ആൻഡ് ഹ്യൂമൻ സോൾ. പിന്നെ മൾട്ടിപ്പിൾ ജോണേഴ്സ് ആൻഡ് ഫോംസ് യൂസ് ചെയ്തിട്ടുള്ള വർക്ക്സാണ് പബ്ലിഷ് ചെയ്തിരുന്നത്. റിയലിസം ഇസ് ഓഫൺ കമ്പൈൻഡ് വിത്ത് സൈക്കോളജിക്കൽ ആൻഡ് സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ്സ്. റുഡ്യാർഡ് കിപ്ലിങ്ങിൻ്റെ വളരെയധികം ചിൽഡ്രൻസ് ആൻഡ് യങ് അഡൽട്ട്സ് ഫിക്ഷൻ ഈ ഒരു 20th centuryയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ ലൈറ്റ് ദറ്റ് ഫെയിൽഡ് പബ്ലിഷ്ഡ് ഇൻ 1891. ദ ജംഗിൾ ബുക്ക് പബ്ലിഷ്ഡ് ഇൻ 1894. ജംഗിൾ ബുക്ക് അന്നും ഇന്നും സക്സസ്ഫുൾ റേറ്റിൽ ഒന്നാമതായിട്ട് ഇപ്പോഴും നിൽക്കുന്ന ഒരു ബുക്കാണ്. കിപ്ലിങ്ങിൻ്റെ പിന്നെ മോസ്റ്റ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു നോവൽ എന്ന് പറയുന്നത് കിം ആണ്. കിം വാസ് പബ്ലിഷ്ഡ് ഇൻ 1901. ആൻഡ് കിം ഒരു ചെറിയൊരു ഐറിഷ് ബോയുടെ കഥയാണ്. അവൻ്റെ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒരു ഓൾഡ് ടീച്ചറിനെ മിസ്റ്റിക് റിവർ കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ബ്രിട്ടീഷ് എംപയറിന് വേണ്ടി സ്പൈയിങ് ചെയ്യുക. ഇതാണ് അവൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് ജോബ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഓതർ എച്ച്.ജി. വെൽസ് 1866 to 1946 ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് സ്പാൻ. 20th centuryയിൽ സയൻസ് ഫിക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് എൻഡ്യൂറിങ് ആയിട്ടുള്ളൊരു നോവലാണ് ദ ടൈം മെഷീൻ പബ്ലിഷ്ഡ് ഇൻ 1895. ദ ടൈം മെഷീനിൽ അതിലത്തെ ടൈം ട്രാവലർ ഫ്യൂച്ചറിലേക്ക് എത്തുകയാണ്. ആൻഡ് ദ ഹ്യൂമൻസ് നൗ കോൾഡ് എലോയ് അവർ വെറുതെ ജീവിക്കുകയാണ്, അഥവാ ഈറ്റിംഗ്. എച്ച്.ജി. വെൽസ് അതിനെ ഈറ്റിംഗ്, ഒരു അഗ്രികൾച്ചറും ഇൻഡസ്ട്രിയുമൊക്കെ ഡിസപ്പിയർ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ. ഇന്നത്തെ പോലെ തന്നെ ക്ലാസ് ഹൈറാർക്കീസ് അന്നും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ടൈം ട്രാവലറിന് ഒരു ഡൈയിങ് എർത്ത്, ഒരു ഭൂമിയുടെ അവസാനം എന്നപോലെ അതിൻ്റെ ഒരു ഗ്ലിംസ് കാണാനായിട്ട് അവന് സാധിക്കും. ദ നെക്സ്റ്റ് ബുക്ക് ഇസ് ദി ഐലൻഡ് ഓഫ് ഡോക്ടർ മൊറൗ പബ്ലിഷ്ഡ് ഇൻ 1896. സോ ഈ ഒരു കഥയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പെൻഡ്രിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഷിപ്രക്കായിട്ട് ഒരു ഐലൻഡിലേക്ക് എത്തുകയാണ്. സോ അവിടുത്തെ ഒരു കഥാപാത്രമാണ് ഡോക്ടർ മൊറൗ. ഈ ഡോക്ടർ അവിടുത്തെ ഹ്യൂമൻ ബീയിങ്സിനെ വിവിസെക്റ്റ് ചെയ്തിട്ട് അവരുടെ മൈൻഡ്സ് വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻ്റൊക്കെ നടത്തുന്നുണ്ട്. ഹീ ഈസ് ഓൾസോ ട്രൈങ് ടു ഇൻസ്റ്റിൽ എ ന്യൂ സിസ്റ്റം ഓഫ് ലോ, അതായത് ലോസ് അഗെയിൻസ്റ്റ് ഡ്രിങ്കിങ്, ഇതൊക്കെ അദ്ദേഹം കൊണ്ടുവരികയാണ്. ആൻഡ് ഹീ കൺസിഡേഴ്സ് ഹിംസെൽഫ് ആസ് എ ഗോഡ്. The next work is The Invisible Man in 1897. ഇതിലത്തെ ഗ്രിഫിൻ ഇൻ ദ നോവൽ ദി ഇൻവിസിബിൾ മാൻ acquires a technology എന്തിനായിട്ട് ടു ബിക്കം ഇൻവിസിബിൾ. അതിനുശേഷം ഈ നോവലിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഹിസ് അഡ്വെഞ്ചേഴ്സ്. അദ്ദേഹം സിറ്റിയിലൂടെ വാണ്ടർ ചെയ്യും, ബട്ട് ഹീ കൻ നോട്ട് ബി സീൻ. ദ നെക്സ്റ്റ് നോവൽ ഇസ് ദി വാർ ഓഫ് ദി വേൾഡ് പബ്ലിഷ്ഡ് ഇൻ 1898. ഇതിനകത്ത് ഒരു കൂട്ടം ഇൻവേഡേഴ്സ് വരികയാണ് എർത്തിലേക്ക്. ആൻഡ് ദേ ആർ ടൈറ്റിൽഡ് ആസ് മാർഷ്യൻസ്. ഇവരുടെ കയ്യിൽ ലേസർ ഗൺസും അഡ്വാൻസ്ഡ് വെപ്പൺസൊക്കെ ഉണ്ട് ടു കിൽ പീപ്പിൾ. ബട്ട് അവസാനം മാർഷ്യൻസ് എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ബൈ ഹ്യൂമൻ ടെക്നോളജി ബട്ട് ബൈ ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസംസ് ഓൺ എർത്ത്, അതായത് ബാക്ടീരിയ. ഈ എർത്തിലത്തെ ബാക്ടീരിയ മാർഷ്യൻസിൻ്റെ ബോഡിയിൽ കയറുമ്പോൾ ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് ഇമ്മ്യൂണിറ്റി പവർ, അവർക്ക് ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാത്ത കാരണം കൊണ്ട് ഈ ബാക്ടീരിയ അവരുടെ ശരീരത്തിൽ കയറിക്കൊണ്ടാണ് അവസാനം ഇവരൊക്കെ ഇല്ലാണ്ടാകുന്നത്. ദ നെക്സ്റ്റ് ഓതർ ഇസ് ആർതർ കൊണാൻ ഡോയിൽ. ഇദ്ദേഹത്തിൻ്റെ മോസ്റ്റ് ഫേമസ് ക്യാരക്ടറാണ് ദ ഷെർലോക്ക് ഹോംസ്. സോ ഹീ ഹാസ് റിട്ടൺ മെനി സയൻസ് ആൻഡ് അഡ്വെഞ്ചർ ഫിക്ഷൻസ്. ഷെർലോക്ക് ഹോംസിൽ തന്നെ ദ ഹൗണ്ട് ഓഫ് ദ ബാസ്കർവിൽസ്, ദ സൈൻ ഓഫ് ഫോർ ഒക്കെയാണ് ഇപ്പോഴും എക്സ്ട്രീംലി പോപ്പുലറായിട്ട് നിൽക്കുന്ന രണ്ട് കഥകൾ. ദ നെക്സ്റ്റ് ഓതർ കാതറിൻ മാൻസ്ഫീൽഡ്. ഷീ ഈസ് ബോൺ ഇൻ ന്യൂസിലാൻഡ്, പക്ഷേ സെറ്റിൽ ചെയ്തിരിക്കുന്നത് ഇംഗ്ലണ്ടിലായിരുന്നു. She is most famous for her short story collections and her first volume of stories എന്ന് പറയുന്നത് ഇൻ എ ജർമ്മൻ പെൻഷൻ
ഇറ്റ് അപ്പിയർഡ് ഇൻ 1911. മെയിനായിട്ട് ഇവർ ഡിസ്കസ് ചെയ്തിരുന്നത് ജെൻഡർ റിലേഷൻസ്, ദാറ്റ് ഈസ് വിത്തിൻ ഫാമിലീസ്. സോ ഇവരുടെ തന്നെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഒക്കെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ എല്ലാ കഥകളും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് E.M. ഫോസ്റ്റർ. ഇദ്ദേഹത്തിൻ്റെ ഒരു മോസ്റ്റ് മേജർ വർക്കാണ് എ പാസേജ് ടു ഇന്ത്യ. 1922 ഇറ്റ്സ് ഓൾസോ ലൈക്ക് എലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് ആയിട്ടുള്ളൊരു കണ്ടംപററി വർക്കാണ്. ഫോസ്റ്റേഴ്സ് വർക്ക് ആൻഡ് ഹിസ് influential association with Bloomsbury Group was significant influence in 20th century British culture. Where Angels Fear to Tread, published in 1905, it deals with the class issue. അതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത് ലിലിയ ഹെറിറ്റൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു വിധവ ഒരു ചെറുപ്പക്കാരനായ ലൈക്ക് ഒരു ഇറ്റാലിയനായിട്ട് ഷി ഫെൽസ് ഇൻ ലവ് വിത്ത് ആൻ ഇറ്റാലിയൻ much younger to her, and she also marries him. അയാളെ തന്നെ കല്യാണം കഴിക്കുന്നു, അതിലൊരു കൊച്ചുണ്ടാകുന്നു. ബട്ട് ഷീ ഡൈസ് ഇൻ ചൈൽഡ് ബർത്ത്. ആൻഡ് അവളുടെ ഫാമിലി they wants the child to be raised an Englishman, ഒരു ഇംഗ്ലീഷ് മാനായിട്ട് മകനെ വളർത്താനാണ് നമ്മുടെ ലിലിയ ഹെറിറ്റൻ്റെ ഫാമിലി ഉദ്ദേശിക്കുന്നത്. സോ കംപ്ലീറ്റ് ആയിട്ട് ഈ നോവൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഇഷ്യൂസ് ഓഫ് ഹെറിറ്റേജ്, ക്ലാസ്, കൾച്ചർ ഒക്കെയാണ്. എ റൂം വിത്ത് എ വ്യൂ, പബ്ലിഷ്ഡ് ഇൻ 1908. അഗെയിൻ ഇറ്റ് ഓൾസോ ഇൻവോൾവ്സ് ക്ലാസ് ടെൻഷൻ ആയിട്ടുള്ള തീമാണ്. ദെൻ വി ഹാവ് ഹോവേർഡ്സ് എൻഡ്, പബ്ലിഷ്ഡ് ഇൻ 1910. അഗെയിൻ ബേസ്ഡ് ഓൺ ക്ലാസ് ആൻഡ് കൾച്ചർ. ഇതിനകത്ത് ദ സ്റ്റോറി ഈസ് അബൌട്ട് ടു ഫാമിലീസ്, രണ്ട് ഫാമിലി വിത്ത് ഡിഫറെൻറ്റ് ഇൻട്രസ്റ്റ്. അവരുടെ കൊമേഴ്സ് ആൻഡ് കൾച്ചറിൽ അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് ഫാമിലീനെ കുറിച്ചുള്ള കഥയാണ്. ഷ്ലേഗൽസ് ആൻഡ് വിൽകോക്സസ് എന്നാണ് ഫാമിലിയുടെ പേര്. പിന്നെ മൗറിസ് ഫോസ്റ്ററിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ നോവലാണ്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഹോമോസെക്ഷൽ തീംസ് ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് പോസ്റ്റ്മസ്ലി. ബട്ട് ഇതിലെല്ലാം വെച്ചിട്ട് എ പാസേജ് ടു ഇന്ത്യ ആണ് ഫോസ്റ്ററിൻ്റെ മോസ്റ്റ് കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു വർക്ക്. ഇതിനകത്ത് എഡേല ക്വസ്റ്റഡും ആൻഡ് ഹർ ഫ്രണ്ട് മിസ്സസ് മൂറും ഇന്ത്യയിലേക്ക് വരികയാണ് ഫ്രം ഇംഗ്ലണ്ട്. ആൻഡ് എഡേലയ്ക്ക് ദ റിയൽ ഇന്ത്യ കാണണം, അതിനായിട്ടാണ് വരുന്നത്. ആൻഡ് അവരുടെ ഈ ഒരു എക്സ്പെഡീഷനിടയിൽ അവർ പരിചയപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് ആൻഡ് ഗൈഡാണ് ഡോക്ടർ അസീസ്. But later Adela accuses Aziz of attempting to assault her, and Azizനെ ഒരു ട്രയലിലൊക്കെ he is put on trial. and the only Englishman on Azizൻ്റെ സൈഡ് എന്ന് പറയുന്നത് സിറിൽ ഫീൽഡിംഗ് ആണ്. he is a school teacher and അസീസിൻ്റെ ഒരു ഫ്രണ്ടാണ്. ബട്ട് ട്രയലിൻ്റെ സമയത്ത് എഡേല അവൾ കൊടുത്ത ആ ചാർജ്, ആ കേസ് പിൻവലിക്കുന്നുണ്ട്. ഈ ഒരു നോവല് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, ഫ്രണ്ട്ഷിപ്പ് ബിയോണ്ട് ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ്, ഇതൊക്കെയാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പിന്നെ ഈ ഒരു സെഞ്ച്വറിയിൽ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു എമേർജിങ് ഗ്രൂപ്പായിരുന്നു ദ ബ്ലൂംസ്ബറി ഗ്രൂപ്പ്. ബ്ലൂംസ്ബറി ഗ്രൂപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേറൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. ദ നെക്സ്റ്റ് സെക്ഷൻ ഇസ് പോയട്രി ഓഫ് ദ 1900 to 22 എന്ന് പറയുന്നത് രണ്ട് ഹെഡിലായിട്ടാണ് കാറ്റഗറൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്: എഡ്വേർഡിയൻ ആൻഡ് ജോർജിയൻ പോയട്രി. ഇതിൽ മെയിനായിട്ട് ലോക്കൽ ആൻഡ് റീജിയണൽ കോണ്ടെക്സ്റ്റ്, റൂറൽ തീംസ്, പിന്നെ എഗ്രേറിയൻ ഇമേജറി, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ലാൻഡ്സ്കേപ്സ്, പിന്നെ ഹെവിലി സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള തീംസ് ഒക്കെയാണ്. പിന്നെ റിയലിസ്റ്റിക് ആയിട്ട് ഡെയിലി ലൈഫിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ അതോടൊപ്പം തന്നെ വാർ പോയട്രി, ഇതൊക്കെയാണ് കാണാനായിട്ട് നമുക്ക് സാധിക്കുക. എഡ്വേർഡിയൻ പോയട്രിയിൽ ക്രിട്ടിക് കെനത്ത് മില്ലാർഡ് എഡ്വേർഡിയൻ പോയട്രി 1911 ഒരു ലിസ്റ്റ് ഓഫ് 7 പോയറ്റ്സ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഹൗസ്മാൻ, ഹെൻറി ന്യൂബോൾട്ട്, ജോൺ മേസ്ഫീൽഡ്, തോമസ് ഹാർഡി, എഡ്വേർഡ് തോമസ്, ജോൺ ഡേവിഡ്സൺ ആൻഡ് റൂപ്പർട്ട് ബ്രൂക്ക്. ഈവൻ ദോ തോമസ് ഹാർഡി കൂടുതലായിട്ട് അറിയപ്പെട്ടിരുന്നത് ഫിക്ഷൻ, അദ്ദേഹത്തിൻ്റെ ഫിക്ഷൻ വർക്ക്സിലൂടെ ആണെങ്കിൽ പോലും കുറച്ച് വാർ പോയട്രി എഴുതിയിട്ടുണ്ട്. ഡ്രമ്മർ ഹോഡ്ജ്, ചാനൽ ഫയറിംഗ്, ദ ഗോയിങ് ഓഫ് ദ ബാറ്ററി ആൻഡ് ദ മാൻ ഹീ കിൽഡ്.
are some of his most accomplished works. തോമസ് ഹാർഡി സോൾജേഴ്സിനെ കുറിച്ച് മാത്രമല്ല, ബട്ട് അയാൾക്കായിട്ട് ഒരു സോൾജറിനായിട്ട് വീട്ടിനകത്ത് വെയിറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഫാമിലി ആൻഡ് ബിലവഡ്സിനെ കുറിച്ചൊക്കെ പോയട്രിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദ പോയം ദ ഗോയിങ് ഓഫ് ദ ബാറ്ററി. പിന്നെ ഇൻ ദ മാൻ ഹീ കിൽഡ്, അതിനകത്ത് ദ സോൾജർ ഇസ് ഡിസ്കവറിങ് ദ ഫാക്ട് ദറ്റ് ഒരു എനിമീനെ കില്ല് ചെയ്യാനായിട്ടുള്ളൊരു റിയൽ റീസൺ അവന് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു തീമും ഹാർഡി കൊണ്ടുവരുന്നുണ്ട്. റൂപ്പർട്ട് ബ്രൂക്കിനെ മെയിനായിട്ട് ഹി ഹാസ് റിട്ടൺ ഓൺലി 5 poems ഓൺ വാർ, പക്ഷേ ഹി ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ആസ് എ വാർ പോയറ്റ്. ആൻഡ് എമംഗ് ഓൾ ദീസ് ദ സോൾജർ എന്ന് പറഞ്ഞ പോയമാണ് ദ മോസ്റ്റ് ഫേമസ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സെൻറ്റിമെൻ്റൽ സോണറ്റ്. ജോർജിയൻ പോയട്രിയുടെ ഒരു എയിം എന്ന് പറയുന്നത് ദേ യൂസ് ടു റൈറ്റ് ലൈക്ക് ട്രൂ ടു ലൈഫ്, ഓർണമെൻറ്റേഷനോ എക്സാജറേഷനോ ഒന്നും ഇല്ലാത്ത സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആണ് ജോർജിയൻ പോയട്രി ഫോളോ ചെയ്തിരുന്നത്. പിന്നെ ജോർജിയൻ പോയട്രിക്ക് വി ക്യാൻ ഓൾസോ സീ സ്കോട്ടിഷ് കേലിയർ സ്കൂൾ ഓഫ് പോയട്രി ആയിട്ട് അതിൻ്റെ തീംസൊക്കെ ചെറുതായിട്ട് പാരലൽ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Among the poets, John Masefield, Walter D. Lamar, W.H. Davies, Rupert Brooke are some of the poets. അവരോടൊപ്പം തന്നെ വിൽഫോർഡ് ഗിബ്സൺ, ജെയിംസ് സ്റ്റീഫൻസ്, റാൽഫ് ഹോഡ്സൺ ഒക്കെ കുറച്ച് പോയറ്റ്സാണ് ഈ ഒരു ടൈമിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഈ കേലിയർ സ്കൂൾ ഓഫ് പോയട്രി ഫ്ലറിഷ് ചെയ്യുന്നത് in the late 1880s until the mid of 1890s, and it was based on 3 Edinburgh University writers. ആരൊക്കെയാച്ചാൽ the first one is J.M. Barrie. He is better known for his work Peter Pan, and Reverend John Watson and S.R. Crockett. ഈ ഒരു ടേം വരുന്നത് സ്കോട്ട്സ് കേലിയാർഡ്, which means kitchen garden, and it refers to the stories that captured Scottish rural life, and ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് അനക്ഡോട്ട്സ് ആയിട്ടും എപ്പിസോഡ്സ് ആയിട്ടുമാണ്. ആൻഡ് നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ ജോൺ മേസ്ഫീൽഡ്, ഹി വാസ് എ പോയറ്റ് ലൊറേറ്റ് ഫോർ 37 years, ആൻഡ് ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ സെൻറ്റിമെൻറ്റ്സ് ആൻഡ് ഇഷ്യൂസ് ബേസ്ഡ് ഓൺ ലൈഫ് ആൻഡ് ഡെത്ത് വിത്തിൻ ദ ലാൻഡ്സ്കേപ്പ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ W.H. ഡേവിസ് ആണെങ്കിൽ ഡേവിസ് ഇസ് എ ഫാർ മോർ മെഡിറ്റേറ്റീവ് പോയറ്റ് ദാൻ ദ റെസ്റ്റ് എമംഗ് ദ ജോർജിയൻസ്. പിന്നെ വാൾട്ടർ ഡി ലമാർ, അദ്ദേഹത്തിനൊരു റൊമാൻറ്റിക് സെൻറ്റിമെൻറ്റലിറ്റി ഇൻ ഹിസ് പോയട്രി കാണാൻ പറ്റും. ചൈൽഡ്ഹുഡ് ആൻഡ് ഇറ്റ്സ് ഫാൻറ്റസീസ് ആസ് വെൽ ആസ് ഡെത്ത് ആൻഡ് ഈ മെലങ്കലിക്കായിട്ടുള്ള തീംസൊക്കെ വാൾട്ടർ ഡി ലമാറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. And even though Rudyard Kipling, one of the finest fiction writers of modern age ആണെങ്കിലും he is also known for his poetry. കുറച്ച് polished poetry എഴുതിയിട്ടുണ്ട്. Among his famous poem ഒന്ന് ഗംഗാ ദിനാണ്. It is based on, it's a poem that celebrates Indians' courage. ഇത് ഒരു ഫിയർലെസ് ആയിട്ടുള്ളൊരു വാട്ടർ കാരിയർ, അതായത് ഒരു സോൾജർ ബാറ്റിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഹി സപ്ലൈസ് വാട്ടർ ടു ദ സോൾജേഴ്സ്, ആൻഡ് അങ്ങനെ വാട്ടർ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദാറ്റ് ഇസ് ടു ദ വൂണ്ടഡ് നറേറ്റർ, ഹീ ഈസ് ഓൾസോ മോർട്ടലി വൂണ്ടഡ്, ബട്ട് എന്നാൽ കൂടി ഹി മാനേജസ് ടു ടേക്ക് ദ സോൾജർ ടു സേഫ്റ്റി ആൻഡ് ഹി ഡൈസ്. ആൻഡ് ഈ വൂണ്ടായപ്പെട്ട, അതായത് വെള്ളം കുടിക്കാൻ വന്ന ആ സോൾജർ ഹീ സർവൈവ്സ് ബിക്കോസ് ഓഫ് ഗംഗാദിൻസ് കറേജ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ഓഫ് മോഡേൺ ഏജ് അല്ലെങ്കിൽ ടുവേർഡ്സ് ദ മോഡേൺ പീരിയഡ് ആണ് നമ്മൾ നോക്കിയത്. അടുത്ത വീഡിയോയിൽ മോഡേൺ ഏജിലത്തെ റൈറ്റേഴ്സ്, ദാറ്റ് ഇസ് ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, പോയട്രി, ഡ്രാമ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.